നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. പണ്ടൊക്കെ നമ്മൾ കൂട്ടുകുടുംബത്തിലായിരുന്നു. നമ്മുടെ കൂടെ കളിക്കാനും നമുക്ക് കഥകൾ പറഞ്ഞു തരാനും ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്. അമ്മ, അച്ഛൻ, ഒന്നോ രണ്ടോ കുട്ടികൾ. ഈ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവരോട് കഥകൾ പറഞ്ഞു കൊടുക്കാനും കളിക്കാനും ഇപ്പൊ പറഞ്ഞാൽ ആരുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കുട്ടികൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് TV, ഗെയിംസ്, കാർട്ടൂൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഓട്ടിസം അല്ലെങ്കിൽ ADHD, ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ ഒരു സ്റ്റഡിയിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ജനറേഷനിലുള്ള കുട്ടികളിൽ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അതിലൊരു ഇമ്പോർട്ടന്റ് റീസൺ ഇവരുടെ സ്ക്രീൻ ടൈം തന്നെയാണ്. ഞങ്ങളുടെ കാര്യത്തിലും ഇത് വ്യത്യാസമായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ മോന്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും കളിക്കാനോ കഥകൾ പറഞ്ഞു കൊടുക്കാനോ ഞങ്ങൾക്കും ടൈം കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് വേണം, അവനെ സ്ക്രീൻ ടൈം ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് രസകരമായിട്ട് അവനെ പിടിച്ചിരുത്താനായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ആപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ലാല സ്റ്റോറീസ്. വളരെ രസകരമായിട്ട് കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഓഡിയോ ആപ്പാണ് ലാല സ്റ്റോറീസ്. 1000-ലധികം സ്റ്റോറീസ് 6 ഭാഷകളിലായിട്ട് ലാല സ്റ്റോറീസിലുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത്രയും നേരം ഞാൻ സ്ക്രീൻ ടൈമിനെ കുറിച്ചാണ് പറയുന്നത്, പിന്നെ എന്താ ഞാൻ ഒരു ആപ്പിനെ കുറിച്ച് പറയുന്നതെന്ന്. ആക്ച്വലി ഇതൊരു ഓഡിയോ ആപ്പാണ്. ഇതിന് സ്ക്രീൻ ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സുഖമായിട്ട് നമുക്ക് ഫോൺ അവിടെ വെച്ചു കൊടുത്ത് അവർക്ക് നല്ല രസത്തിൽ സ്റ്റോറീസ് കേൾക്കാൻ പറ്റുന്ന ഒരു ആപ്പാണത്. ആസ് എ ഡോക്ടർ, ആസ് എ മദർ, ഐ എം ടെല്ലിംഗ് ദിസ്. എന്റെ മോന് വളരെ ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണിത്. ഒരുപാട് സ്റ്റോറീസ് അവൻ ഡെയിലി കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഒക്കെ കൂടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഈ ആപ്പിനെ കുറിച്ച് അറിയുന്ന ആളാണെങ്കിൽ ഇതിന്റെ ഫീഡ്ബാക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. അല്ല, നിങ്ങളും ഈ ആപ്പിനെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കണതെങ്കിൽ, ഇഫ് യു വാണ്ട് ദ ലിങ്ക് ഓഫ് ദിസ് ആപ്പ്, യു ക്യാൻ കമന്റ് ബിലോ. വി വിൽ സെൻഡ് യു ദ ലിങ്ക്.